السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടെല്ലാവരോടും നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ പറഞ്ഞിട്ടുള്ള പരമപ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അവനോട് ശുക്റുള്ളവരാകണം എന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം ആയത്തുകളിലൂടെ നിങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ളവരാകുവീൻ എന്ന് അല്ലാഹു നിർദ്ദേശിച്ച് കാണാം. വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുവീൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ എന്താണ് സഹോദരന്മാരെ ഈ ശുക്ർ എന്ന് പറഞ്ഞാൽ? എന്താണ് ആ ശുക്റിന്റെ ഹഖീഖത്ത് അഥവാ യാഥാർത്ഥ്യം എന്താണ്? എപ്പോഴാണ് നമ്മളെല്ലാം അല്ലാഹുവിനോട് നന്ദി പുലർത്തിയവരായി, നന്ദി പ്രകടിപ്പിക്കുന്നവരായി കണക്കാക്കപ്പെടുക? ഇത് വളരെ പ്രാധാന്യപൂർവം ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ശുക്ർ എന്ന അറബി പദം നന്ദി എന്നാണ് അതിൻ്റെ മലയാളത്തിൽ നമ്മൾ മൊഴിമാറ്റം പറയപ്പെടാറുള്ളത്. ഒരു മനുഷ്യൻ നന്ദി ഉള്ളവനാകണമെങ്കിൽ, അല്ലാഹുവിനോട് മനുഷ്യൻ നന്ദി കാണിച്ചവനാകണമെങ്കിൽ അതിന് വളരെ പ്രാധാന്യപൂർവം അവനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. ആ മൂന്നും ഉണ്ടെങ്കിലേ നമ്മൾ അല്ലാഹുവിനോട് ശുക്ർ ചെയ്തവരായി അല്ലാഹു കണക്കാക്കുകയുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന, ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം,
എനിക്ക് ഒരുപാട് നിഅമത്തുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യം സമ്മതിക്കണം. ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരാളാണ് ഞാൻ എന്ന് ഞാൻ സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്താലേ എനിക്ക് നന്ദി കാണിക്കാൻ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തിനു നന്ദി കാണിക്കണം? അല്ലെങ്കിൽ ഞാൻ ആരോട് നന്ദി കാണിക്കണം? ഇതിന് നമ്മളൊക്കെ ആദ്യം നമ്മെ പഠിപ്പിക്കേണ്ടത് എനിക്കൊരുപാട് നിഅമത്തുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം അറിയണം. അതറിഞ്ഞിട്ടില്ലെങ്കിലുള്ള കുഴപ്പം, എല്ലാവരോടും നമ്മൾ ഇങ്ങനെ പരാതിയും പറഞ്ഞു നടക്കും. കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്നൊരു യാന്ത്രിക മറുപടി പറയും. ഒന്നും കൂടി എന്താ അങ്ങടെ വിശേഷം എന്ന് ചോദിച്ചാൽ തരക്കേടില്ല, ഇങ്ങനെയായിട്ട് പോണു എന്ന് പറയും. ഒന്നും കൂടി ചുഴിഞ്ഞ് അന്വേഷിച്ചാ പറയും, എന്ത് പറയാനാ, വലിയ സുഖമൊന്നുമില്ല, ഇങ്ങനെയായിട്ട് കഴിഞ്ഞു പോണുണ്ട്. മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പോലും മനസ്സിലാക്കാനുള്ള ഒരു നന്ദിയില്ലാത്തവനായി മനുഷ്യൻ അധപ്പതിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്നാൽ ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ എന്താ വഴി? ഞാൻ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ധാരാളം നൽകപ്പെട്ടിട്ടുണ്ട്, എൻ്റെ റബ്ബ് എനിക്കൊരുപാട് തന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നണമെങ്കിൽ, എനിക്ക് ആ ചിന്ത വരണമെങ്കിൽ എന്താ മാർഗം? അതിന് വളരെ മനഃശാസ്ത്രപരമായ ഒരു മാർഗം, ഒരു ചികിത്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് നിന്നേക്കാൾ കഴിവ് കുറഞ്ഞവരിലേക്ക് നീ നോക്കണം. ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണേ. നോക്കൂ, നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരിലേക്ക് നോക്കൂ. നിങ്ങളുടെ അത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ നോക്കൂ. നിങ്ങളുടെ അത്ര പോലും ആരോഗ്യമില്ലാത്തവരിലേക്ക് നോക്കൂ. നിങ്ങളുടെ അത്ര പോലും ജീവിതത്തിന്റെ സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടുപഠിക്കൂ. അങ്ങനെ എന്തുകൊണ്ടും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും മറ്റുള്ള സൗകര്യങ്ങൾ എടുത്തു നോക്കിയാലുമൊക്കെ നിങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞു, വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങളെക്കാൾ ഗ്രേഡ് കൂടിയവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നമ്മളെക്കാൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടവർ, നമ്മേക്കാൾ ശാരീരികമായി ആരോഗ്യമുള്ളവർ, നമ്മേക്കാൾ ജീവിതത്തിന്റെ ഒരുപാട് സൗകര്യങ്ങളും സുഖങ്ങളുമൊക്കെ നൽകപ്പെട്ടവർ, നമ്മേക്കാൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മറ്റു സൗകര്യങ്ങളിലൂടെയൊക്കെ ഒരുപാട് കിട്ടിയെന്ന് നമുക്ക് തോന്നുന്നവർ, അവരിലേക്ക് നിങ്ങൾ നോക്കരുത്. പിന്നെ നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറയാണ്, ഫഹുവ, അതാണ്, ആ ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കലാണ് അജ്ദറു, ഏറ്റവും അർഹമായത്, അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുള്ള നിഅമത്ത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാനും, നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലുപ്പം നിങ്ങൾ അറിയാനും, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാനുമൊക്കെ ആ ഒരു മാർഗം സ്വീകരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകേണ്ടുന്ന സ്വഭാവം, നമ്മൾ അള്ളാഹിനോട് നന്ദിയുള്ളവരാകണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഗുണം, അല്ലാ എനിക്ക് എത്രയാജ് തന്നത്, എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്ദിയോടെ വേണം. അതന്നെ ഒരു നന്ദിയാണ്. എനിക്കൊരുപാട് ഉണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നണ തന്നെ അള്ളാഹിനോടുള്ളൊരു നന്ദിയാണ്. ഒന്നുമില്ല എന്ന് പറയണോനോ നന്ദി കെട്ടവനാണവൻ. എത്ര കിട്ടിയാലും നമുക്ക് തികയുന്നില്ല, ഇല്ല എന്നാ പറയണത്.
അതേ അവസരത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന് അവിടുത്തെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ, ഞങ്ങളുടെ ഭവനത്തിൽ 1ഉം 2ഉം 3ഉം ഒക്കെ ഹിലാലുകൾ ഞങ്ങൾ കാണാറുണ്ട്, അഥവാ ഉദയചന്ദ്രനെ ഞങ്ങൾ കാണാറുണ്ട്. 2ഉം 3ഉം മാസമൊക്കെ പിന്നിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ നിന്ന് തീ ഉയരാത്ത, പുക ഉയരാത്ത ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയിട്ടുണ്ട്. ആരുടെ വീടിന്റെ കാര്യമാണ് പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്. പട്ടിണിയായിരുന്നു, ഭക്ഷണമൊന്നുമില്ല, വെള്ളവും കാരക്കയും മാത്രം കഴിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്നു. അടുപ്പിൽ തീ പുകയണമെങ്കിൽ അതിലിട്ടാക്കാൻ പറ്റിയ വല്ലതും വേണ്ട വീട്ടില്. അങ്ങനത്തെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്നാ പറയുന്നത്. എന്നിട്ടും ഞാൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയങ്ങളിലും ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അവിടുന്ന് ചൊല്ലിപ്പറഞ്ഞ ദിക്റുണ്ട്. നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ, ധാരാളക്കണക്കിന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആഹരിച്ച് അള്ളാഹു നൽകിയ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പറുദീസയിൽ ജീവിച്ചിട്ടും ഞാനോ നിങ്ങളോ ഇന്ന് വരെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഒന്നും കിട്ടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പറയാറുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കണം. എന്താ ഹബീബ് പറഞ്ഞത് ഉറങ്ങാൻ കിടക്കുമ്പോ? അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കഫിയ ലഹു വലാ മുഅ്വിയ. ഇത് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പറയൽ സുന്നത്തുള്ള ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ. എന്താ അതിന്റെ അർത്ഥമൊന്ന് ചിന്തിച്ചു നോക്കൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനത്തെ അള്ളയാണ്? അല്ലദീ അത്അമനാ വസഖാനാ, നമ്മെ ഭക്ഷിപ്പിക്കുകയും നമ്മെ കുടിപ്പിക്കുകയും ചെയ്തവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. വകഫാനാ വആവാനാ, നമുക്ക് വേണ്ടതൊക്കെ നൽകി ആവശ്യത്തിനുള്ളതൊക്കെ നൽകി മതിയാക്കിയവനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. വആവാനാ, നമുക്ക് അഭയം നൽകിയവനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ, എത്രയെത്ര ആളുകളാണ് ലോകത്ത് മതിയായ കാര്യങ്ങളൊന്നും കിട്ടാതെ കഷ്ടപ്പെടുന്നു. അവലംബമില്ലാതെ, അഭയകേന്ദ്രമില്ലാതെ, അഭയം നൽകാൻ ആളില്ലാതെ എത്രയോ ആളുകൾ ഈ ഭൂമി ലോകത്ത് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതിനിടയിലും എനിക്ക് ഭക്ഷിപ്പിച്ച, എന്നെ കുടിപ്പിച്ച, എനിക്ക് വേണ്ടതൊക്കെ നൽകി മതിയാക്കിയ, എനിക്ക് അഭയം നൽകിയ, സൗകര്യങ്ങൾ നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ മറന്നിട്ടില്ല. നമുക്കിത് അറിയോ പറയാൻ? നമ്മളിത് പഠിച്ചിട്ടുണ്ടോ ഒന്നുവരെ? 2ഉം 3ഉം മാസമൊക്കെ ഞങ്ങളെ വീട്ടിൽ തീപ്പുക ഉയരാത്ത മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ദാരിദ്ര്യമാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോ വലിയ ശുക്ർ പറയും, അള്ളാഹ്ക്ക് നന്ദി പറയും. അല്ലാ, ഭക്ഷിപ്പിച്ചു കുടിപ്പിച്ചു വേണ്ടതൊക്കെ തന്നല്ലോ നീ, അൽഹംദുലില്ലാ. ഇതും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്, ഇതൊന്നും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയെന്ന്. അപ്പൊ ഞാനത് എന്തിനാ സൂചിപ്പിച്ചത്? ഒന്ന്, നമ്മളൊക്കെ ഈ ദിക്ർ പഠിക്കണം, അർത്ഥം മനസ്സിലാക്കണം, അത് രാത്രിയിൽ പറയണം. ഓരോ ദിവസവും നമ്മൾ സുഭിക്ഷമായി ആഹരിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്, വൈവിധ്യമാർന്ന ശീതള പാനീയങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ്, വ്യത്യസ്ത കളറുകളിലും നിറത്തിലും രുചിയിലും വർണ്ണത്തിലും സ്വാദുകളുമുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുകയാണ്. സുഭിക്ഷതയുടെ നടുവിൽ നമ്മൾ ഉറങ്ങുകയാണ്, സൗകര്യങ്ങളുടെ കേന്ദ്രങ്ങളിൽ നമ്മൾ താമസിക്കുകയാണ്. എന്നിട്ട് പോലും അള്ളാഹുവിനെ ഒന്ന് നന്ദിയോടെ ഓർക്കാൻ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു.
ഇതൊന്നും കിട്ടാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും അള്ളാഹിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇതും കിട്ടാത്ത എത്ര ആൾക്കാരാ റബ്ബേ ലോകത്തുള്ളത്. ആ ബോധം എവിടുന്ന് ഉണ്ടായത്? ആ ബോധമുണ്ടായത് എനിക്കൊരുപാട് കിട്ടിയെന്ന് എനിക്ക് തോന്നുമ്പോഴേ എനിക്ക് നന്ദി പറയാൻ കഴിയൂ. കിട്ടിയിട്ടില്ല എന്ന് പറയണവൻ ആരോടാ നന്ദി പറയുന്നത്? അതുകൊണ്ട് നന്ദി പ്രകടനം അള്ളാഹുവിനോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടുന്ന ഗുണം എന്താണ്? എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കണം. അപ്പോഴേ ആ നന്ദി വരുള്ളൂ. ശരി, അതുകൊണ്ട് മാത്രമായില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എവിടുന്ന് കിട്ടി, ആര് തന്നു എന്നുള്ളതാണ്. അത് വലിയൊരു വിഷയമാണ്. കാരണം ഒരുപാട് കിട്ടിയവരും നന്ദി പ്രകടിപ്പിക്കാൻ മറ്റ് കേന്ദ്രങ്ങളിലേക്കാ പോകുന്നത്. ഒരുപാട് കിട്ടിയവര് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കാ പോകുന്നത്. അള്ളാഹുവിനോടല്ല നന്ദി പറയുന്നത്. പലരും ഒരു സന്താനത്തെ തരണേ എന്നിട്ട് സന്താനത്തെ കിട്ടിയാൽ ആദ്യമായിട്ട് കിട്ടിയ സന്താനത്തെയും കൊണ്ട് ചോറൂണിന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദർഗകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും മഖാമുകളിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അതിന് നേർച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് നേർച്ചക്കടം വീട്ടാൻ പോകും. എന്താ കുഴപ്പം? ഇത് എവിടുന്നാ കിട്ടിയത് എന്ന് ഇവന് കുറച്ച് വിശ്വാസമല്ല. എന്നാൽ ഒരു മുവഹിദായ ഏകദൈവ വിശ്വാസിയായ ഒരു മുസ്ലിം, അവൻ ആദ്യവും അവസാനവും ഉറപ്പിച്ചും തറപ്പിച്ചും അവൻ വിശ്വസിക്കണം. എന്ത്? ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് മുഴുവനും ഫമിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഒന്നാമത്തെ ബോധം. രണ്ടാമതായി ഇതൊക്കെ കിട്ടിയത് എവിടുന്നാണ്? അല്ല തന്നതാണ്. അല്ല മാത്രാണ് നിഅമത്തിന്റെ ഉടമ. അവനെ എന്നെ നിഅമത്ത് എനിക്ക് തരാൻ കഴിയുള്ളൂ. അവന്റെ അടുക്കലാണ് കൊടുത്താൽ തീരാത്തത്ര നിഅമത്തിന്റെ കേന്ദ്രങ്ങൾ ഉള്ളത്. ഖജനാവുകൾ മുഴുവൻ അവന്റെ വക്കലാണ്. അവന്റെ അടുക്കലുള്ളത് തീർന്നു പോവില്ല. അവന്റെ അടുക്കലുള്ളത് വിശാലമാണ്. അതൊരിക്കലും നശിച്ചു പോവുകയോ മുറിഞ്ഞു പോവുകയോ കൊടുത്തിട്ട് തീർന്നു പോകുന്നതോ അല്ല. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടിയതാണെന്ന ബോധം വേണം. ഈ ബോധം ശരിക്കില്ലാത്തവനാണ് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി സൃഷ്ടികളുടെ കേന്ദ്രങ്ങളിലേക്ക്, കാൽക്കലേക്ക്, അഭയകേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശിർക്കാകും. റബ്ബിനോട് സമർപ്പിക്കേണ്ടുന്ന ശുക്ർ സമർപ്പിക്കാൻ മറ്റു കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോ അവൻ ശിർക്കിലേക്കാണ് ചെന്നെത്തുന്നത്. അത് മാരകവും ഗുരുതരവുമായ മഹാപാതകവുമാണ്. ചോറ് ഇവിടെ കൂറവിടെ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ചോറ് തന്ന ആൾക്കല്ല കൂറ് പറയണത്. അതുകൊണ്ട് ആരാ നിനക്ക് ചോറ് തന്നത്? ആരാ നിനക്ക് റിസ്ക് തന്നത്? ആരാ നിനക്ക് നിഅമത്ത് തന്നത്? അതാ അല്ലാഹ് പറയുന്നത്, വഷ്കുറൂ നിഅമത്തല്ലാഹ്. നിങ്ങൾ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിന് നന്ദി കാണിക്കണം. അതിൽ തന്നെ അടങ്ങി. നിഅമത്തൊക്കെ ആരാ തരുന്നത്? അല്ലാഹ് തരുന്നത്. അതുകൊണ്ട് വഷ്കുറൂ നിഅമത്തല്ലാഹി, നിങ്ങൾ അല്ലാഹ് തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യണേ. എങ്ങനെയാണെങ്കിൽ ഇൻകുന്തും ഇയ്യാഹു തഅബുദൂന, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. അപ്പൊ മറ്റുള്ളവരിലേക്ക് ശുക്ർ ചെയ്താൽ അയാൾക്ക് ആരാധിക്കലായി. അതുകൊണ്ട് റബ്ബിനോട് മാത്രം ശുക്ർ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. അല്ലാഹു തആല പറയാം. ശരി, അപ്പൊ രണ്ട് പ്രത്യേകതകളായി. ഒന്നാമത്തെ ഗുണം മറന്നു പോകരുത്, എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട് എന്ന സ്വയം ഞാൻ അറിയണം. രണ്ട്, കിട്ടിയത് മുഴുവനും എനിക്ക് തന്നത് സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീൻ മാത്രമാണ്. അവനെ കൊണ്ടേ എനിക്ക് നിഅമത്ത് തരാൻ കഴിയൂ എന്നുറച്ചു വിശ്വസിക്കണം. അതുകൊണ്ട് അവനിലേക്ക് മാത്രമേ എനിക്ക് നന്ദി പ്രകടിപ്പിക്കാനും പാടുള്ളൂ എന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കണം. മൂന്നാമതായി, കിട്ടിയ അനുഗ്രഹങ്ങളെ മുഴുവനും, നമുക്ക് ഏതൊക്കെ അനുഗ്രഹങ്ങളാണോ കിട്ടിയത് ആ അനുഗ്രഹങ്ങളൊന്നും എണ്ണാനും കണക്കാക്കാനൊന്നും നമുക്ക് കഴിയൂല. നമ്മളാകെ കൂടി അനുഗ്രഹമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് കുറെ പണം. നമ്മളൊക്കെ കണ്ട ഏറ്റവും വലിയ നിഅമത്ത്, ഇപ്പൊ വലിയ നിഅമത്തിലാണെന്ന് പറഞ്ഞാൽ ആൾക്ക് ഒരുപാട് പൈസ ഉണ്ട്. ഇതൊന്നുമല്ല നിഅമത്ത്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി, അതിന്റെ വിശാലത ഒന്നും എണ്ണാൻ കഴിയൂല എന്നാണ് അല്ലാഹ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹാ.
നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിലെ ഒന്ന് എണ്ണിക്കണക്കാക്കി കൗണ്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ, ലാ തുഹ്സൂഹാ, അതിനെ ക്ലിപ്തപ്പെടുത്താനും കണക്കാക്കാനും നിങ്ങളെ കൊണ്ട് സാധ്യമാവുകയില്ല. നമുക്ക് നിഅമത്ത് ചൊരിഞ്ഞു തന്ന അള്ളാഹ് പറയണത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് എണ്ണാൻ നിന്നാൽ അത് ക്ലിപ്താക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. അത്രമാത്രം നിഅമത്താ നമുക്ക് തന്നത്. അങ്ങനെയൊന്നുമില്ലല്ലോ, എത്തപ്പോ എനിക്ക് നിഅമത്തുള്ളത്? ജനിച്ചു വീണത് മുതൽ ഇവിടെ സൗജന്യമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങിയതാ ഓക്സിജൻ വായു. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നിങ്ങോട്ട് ഭൂമിയിലേക്ക് പുറത്തു വരുന്നതിന്റെ മുമ്പ് വയറ്റിനകത്തുള്ള സംവിധാനങ്ങളെ അനുഭവിച്ചിരുന്നത്. ഗർഭാശയങ്ങളിൽ നിന്ന് ഒന്നും അറിയാതെ ഭൂമിയിലേക്ക് പിറന്നു വീണത് മുതൽ ഓക്സിജൻ വായു ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആർക്കാ ബില്ല് കൊടുത്തത്? ഇന്ന് വരെ ബില്ല് കൊടുത്തോ? ആസ്തമയുടെ അസുഖം മൂർച്ഛിച്ച്, ശ്വാസം മുട്ടിന്റെ അസുഖം മൂർച്ഛിച്ചിട്ട് ഡോക്ടർ പറയാണ് ഓക്സിജൻ പാർലറിൽ കുറച്ചു നേരം അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ പാർലറിൽ പോയിട്ട് നമ്മളെ കിടത്തുകയാണ്. അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ഓക്സിജൻ വായു ശ്വസിച്ച് പുറത്തു വരുമ്പോഴുള്ള ബില്ല് കാണുമ്പോൾ ശ്വാസം മുട്ട് രണ്ടാമതും വരും. എന്താ കാരണം? നമ്മൾ ശ്വസിച്ച ഓക്സിജന്റെ വിലയാ പറയുന്നത്. ശുദ്ധവായു ശ്വസിച്ചതിനിട്ട ബില്ല് കണ്ടപ്പോ ഞെട്ടിപ്പോയി. അനുഗ്രഹമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ജനിച്ചു വീണ നാള് മുതൽ എവിടെയും ബില്ലടക്കാതെ ഇന്ന് വരെ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടി വരാതെ ശുദ്ധമായ വായു ഇങ്ങനെ ശ്വസിച്ച് അനാവശ്യമായത് പുറത്തേക്ക് തള്ളിയിട്ട് മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഉച്ഛ്വാസ വായു ഇങ്ങനെ ശ്വസിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാ പറയുന്നത്. എന്ത് പറയാനാ, ഇങ്ങനെ പോണു. ഒന്ന് ശ്വാസം മുട്ട് വന്നു നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നു ഇത്ര അനുഗ്രഹം എനിക്ക് കിട്ടിയത്. ബോഡിയുടെ സിരകളിലൂടെ ലിറ്റർ കണക്കിന് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വില അറിഞ്ഞിട്ടില്ല നമ്മള്. ഒരു ആക്സിഡന്റ് പറ്റി, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു, ധാരാളം ബ്ലഡ് ബോഡിയിൽ നിന്ന് പോയി. ഡോക്ടർമാര് പറഞ്ഞു ബ്ലഡ് വേണം, അല്ലെങ്കിൽ മാരകമാണ്, അപകടമാണ്, ജീവൻ ഭീഷണിയിലാണ്. ബ്ലഡ് ബാങ്കിൽ നിന്ന് അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവരിൽ നിന്ന് ബ്ലഡ് വാങ്ങുമ്പോ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ഒരു കുപ്പി രക്തം വാങ്ങുമ്പോ ഒരു ബില്ല് വരെയാണ്. ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല ബോഡിയിലൂടെ ഒഴുകുന്ന, സിരകളിലൂടെ ഒഴുകുന്ന ധാരാളക്കണക്കിന് ലിറ്റർ രക്തത്തിന്റെ വില എന്താണെന്ന് അറിയാത്ത മനുഷ്യൻ രക്തത്തിന്റെ വില അറിയാണ്. മനുഷ്യൻ കാണാത്ത ബോഡിയിലുള്ള ആന്തരികമായ അവയവങ്ങൾ, കോടികൾക്ക് വിലമതിക്കുന്ന അവയവങ്ങൾ, മനുഷ്യന്റെ ബോഡി കോടികൾ വിലമതിക്കുന്നത്. ഒരു കിഡ്നിക്കൊരൽപ്പം തകരാറ് സംഭവിച്ചു, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുഴുവൻ ബ്ലഡും പുറത്തേക്കെടുത്ത് ശുദ്ധീകരിക്കുകയാണ്, അവിടുത്തെ സംവിധാനം തകരാറിലായി. എത്രയാണ് കാശ് വരുന്നത്? കിഡ്നി മാറ്റിവെക്കണം, കിടപ്പാടം വിൽക്കേണ്ടി വരികയാണ്, തെണ്ടേണ്ടി വരികയാണ്, ആളുകളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരികയാണ്. ലക്ഷങ്ങളാണ് പറയുന്നത് കിഡ്നി റീപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിവെക്കണം, അതിന്റെ കേട് തീർക്കണം, മെയിൻ്റനൻസ് നടത്തണം. കാലിന് പരിക്ക് പറ്റി, കൃത്രിമ കാല് വേണം, വിരല് വേണം. കണ്ണിന് പരിക്ക് പറ്റി, കേൾവി ശക്തിക്ക് പരിക്ക് പറ്റി. മനുഷ്യനതൊന്നും ഓർക്കുന്നില്ല. ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ സ്വന്തം ബോഡിയിലേക്കൊന്ന് നോക്കിയാൽ അല്ലാഹു തന്ന നിഅമത്ത് എണ്ണാൻ കൊല്ലങ്ങൾ വേണ്ടിവരും. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹാ, നിങ്ങളെ എണ്ണാൻ നിന്നാൽ തീരൂല. സ്വന്തം ബോഡിയിൽ പോലും നോക്ക്. ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിക്കൂടെ? നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? നിങ്ങൾക്കൊന്ന് കണ്ടുകൂടെ? കണ്ട് മനസ്സിലാക്കിക്കൂടെ? അല്ലാഹു ചോദിക്കണം. എന്നിട്ട് ഇതൊക്കെ ജനനം മുതൽക്ക് ആരോടും ഒരു ചെലവും കൊടുക്കാതെ, കൂലിയും കൊടുക്കാതെ, ബില്ലും കൊടുക്കാതെ ഇങ്ങനെ ആസ്വദിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള വെള്ളം, അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള വായു, അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ച് അല്ല പറഞ്ഞതൊന്നും കേൾക്കാതെ അല്ല തന്ന നിഅമത്തൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചാൽ അവനാണ് നന്ദികെട്ട മനുഷ്യനെന്ന് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് എന്ത് വേണം പ്രിയമുള്ളവരെ? അല്ല എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ടെന്ന ബോധം ഞാൻ എന്നെ പഠിപ്പിക്കുന്നതിന്റെ പുറമെ, അതെനിക്ക് നൽകിയത് മുഴുവനും എൻ്റെ റബ്ബാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതിന് പുറമെ, ആ നൽകി അനുഗ്രഹിച്ച റബ്ബിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് മാത്രമേ എൻ്റെ അനുഗ്രഹങ്ങളെ മുഴുവനും ഞാൻ ചെലവഴിക്കാനും പാടുള്ളൂ. അപ്പോഴാണ് നന്ദി പൂർണ്ണമാകുന്നത്.
ആദ്യം പറഞ്ഞ 2 ഉപാധികൾ മാത്രമല്ല, മൂന്നാമത്തെ ഉപാധി പ്രധാനമാണ്. എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏതൊരു നിഅമത്തുണ്ടോ ആ നിഅമത്തുകളെ മുഴുവനും അത് നൽകി അനുഗ്രഹിച്ച സൃഷ്ടാവായ റബ്ബിന് ഇഷ്ടമുള്ള വഴിയിലേക്ക് മാത്രം ചെലവഴിക്കുകയും അവന് വെറുപ്പുള്ള മാർഗങ്ങളിലേക്ക് ചെലവഴിക്കാതെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുവോ അവനാണ് ശരിയായ നന്ദിയുള്ളവൻ. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. എനിക്ക് അള്ളാഹു എൻ്റെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി എനിക്ക് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്കല്ല കണ്ണ് തന്ന് അനുഗ്രഹിച്ചു, കാതുകൾ തന്ന് അനുഗ്രഹിച്ചു, ഹൃദയം തന്ന് അനുഗ്രഹിച്ചു, കൈകാലുകൾ തന്നു, എൻ്റെ ശരീരത്തിന് രോഗമൊന്നുമില്ലാതെ, അവനതാ എൻ്റെ ബോഡിക്കൊരു തകരാറുമില്ലാതെ അവൻ എനിക്ക് ആരോഗ്യം തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യത്തിന് ഞാൻ എങ്ങനെയാ ശുക്ർ പറയേണ്ടത്? ഒന്നാമതായി ഞാൻ എന്നെ പഠിപ്പിക്കണം, ഞാൻ ആരോഗ്യവാനാണ്, അൽഹംദുലില്ലാഹ്, എനിക്കെന്നൊരു തകരാറുമില്ലല്ലോ, എൻ്റെ റബ്ബാണല്ലോ തന്നത്. ഇനി അത് പറയുന്നതോടുകൂടി എൻ്റെ കടമ അവസാനിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ തന്ന് അനുഗ്രഹിച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് അവൻ തന്ന കണ്ണുകളാണ്. ആ കൊണ്ട് അത് തന്ന റബ്ബിന് എതിരെ ഞാൻ കണ്ടുകൂടാ. എൻ്റെ 2 കാതുകൾ എനിക്ക് എൻ്റെ റബ്ബാണ് തന്നത്. ആ റബ്ബിന് ഇഷ്ടമില്ലാത്തതിലേക്ക് ഞാൻ എൻ്റെ കാതുകൾ കൊടുത്തുകൂടാ. എൻ്റെ റബ്ബാണ് എനിക്ക് നാവ് തന്നത്. ആ റബ്ബിന് ഇഷ്ടമില്ലാത്തത് അവൻ തന്ന നിഅമത്താകുന്ന ഈ നാവ് കൊണ്ട് ഞാൻ പറയൂല. അതാണ് അല്ലാഹ് ചോദിക്കുന്നത്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അലം നജ്അൽ ലഹു, നാം അവന് നൽകിയിട്ടില്ലേ? അല്ലാഹ് ചോദിക്കുകയാണ്. മനുഷ്യരെ, നമുക്ക് അല്ലാഹ് തന്നിട്ടില്ലേ? അലം നജ്അൽ ലഹു, നാം അവന് കൊടുത്തിട്ടില്ലയോ? നാം അവന് നൽകിയിട്ടില്ലയോ? ഐനൈനി, കാണാനുള്ള 2 കണ്ണുകൾ നൽകിയിട്ടില്ലയോ? വലിസാന, നാവ് നൽകിയിട്ടില്ലയോ? നാവ് ചലിപ്പിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ മേൽ ചുണ്ടും കീഴ്ചുണ്ടിനും ആരോഗ്യം വേണം. ആ നിലക്ക് വശഫതൈൻ, 2 ചുണ്ടുകളെയും നാം അവന് നൽകിയിട്ടില്ലയോ? അല്ലാഹ് ചോദിക്കുന്നത് എന്തിനാണ്? അതേ അല്ലാഹ്, നീ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹ്നോട് കേവലം വാക്കുകൾ കൊണ്ട് പറയാൻ മാത്രമല്ല, മറിച്ച് റബ്ബേ നീ എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ കണ്ണ് തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്, ചുണ്ടുകൾ തന്നിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു, അതിന് ഞാൻ നന്ദി ചെയ്യാം. നിനക്ക് ഇഷ്ടപ്പെടാത്തതിലേക്ക് ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കൂല. നിനക്ക് ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ ഈ നാവും ചുണ്ടും ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ മിണ്ടൂല, ഞാൻ സംസാരിക്കൂല. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ എന്ന് എത്തുന്നുവോ അപ്പോഴേ നമ്മൾ ശാക്കിരീങ്ങളാവുകയുള്ളൂ, അപ്പോഴേ നമ്മൾ നന്ദിയുള്ളവരാകും. അതാ നന്ദി എന്ന് പറയുന്നത്. അല്ലാഹ് തന്ന കണ്ണിന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൊണ്ട് ഹറാമൊന്നും പിന്നെ കാണാൻ പാടില്ല. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് വിരോധിച്ചത്. അല്ലാഹ് നോക്കരുതേ എന്ന് പറഞ്ഞിടത്തേക്ക് പിന്നെ ആ കണ്ണുകൊണ്ട് നോക്കിക്കൂടാ. അല്ലാഹ് കാണരുതേ എന്ന് പറഞ്ഞ് പിന്നെ കണ്ടുകൂടാ. കാരണം എന്താ? ഈ കണ്ണ് നമ്മളതല്ല, ഇത് അല്ലാഹ് ഏൽപ്പിച്ച താൽക്കാലിക അമാനത്താ. ഈ ബോഡി തന്നെയും അമാനത്താണ്, ഈ റൂഹ് തന്നെയും അമാനത്താണ്, ഈ ജീവിതം തന്നെയും അമാനത്താണ്. അമാനത്തായ വസ്തു ഉടമ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട വസ്തുവാണ്. അതല്ലേ മരണത്തിന്റെ വേളയിൽ നമ്മളെ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി, മകളുടെ കുട്ടി മരിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മകളുടെ അടുത്തേക്ക് ഒരു ദൂതനെ ചൊല്ലി അയക്കുകയാണ്. ഒരാളെ പറഞ്ഞേച്ചിട്ട് പറയുന്നു, മോളെ, ഇന്ന ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. മകളോട് ക്ഷമിക്കാൻ പറഞ്ഞേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ട്? മോളെ, ഇന്ന ലില്ലാഹി, അള്ളാഹുവിനുള്ളതാണ്, മാ അഖദ വലില്ലാഹി മാ അഅതാ,
അല്ല വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെതാണ്, വല്ലതും തന്നിട്ടുണ്ടെങ്കിലും അത് അവൻ്റെതാണ്. ഇവിടെയുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ല ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലത്തിനും പരിധിക്കും അപ്പുറത്തൊന്നും ഒന്നും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് മോളെ, അല്ല തന്നത് തിരിച്ചെടുത്തു എന്ന് കരുതിയാൽ മതി. സഹിച്ചോളണേ. അള്ളാന്റെ അടുക്കൽ നിന്ന് ആ ക്ഷമയും സഹനവും കാരണമായി വലിയ പ്രതിഫലം നീ മോഹിക്കണേ. ഇതാണ് മകള് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉപ്പ പറഞ്ഞയച്ച വാക്കുകൾ. ഇതെന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളാകുന്ന ബോഡി, നമ്മളാകുന്ന ശരീരം, നമ്മളാകുന്ന ഈ മനുഷ്യൻ, ഇത് അല്ല നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. അമാനത്ത് ഒരാളെ വിശ്വസിച്ചേൽപ്പിച്ചാൽ ചതിക്കരുത്. നമ്മൾ ചതിക്കരുത്. ഞാൻ വിശ്വസിച്ച് നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ആ വസ്തു എനിക്കെതിരെ ഉപയോഗപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഒരു വസ്തു ഏൽപ്പിച്ച് വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചു, ഇതൊന്ന് നോക്കണം കേട്ടോ, തൽക്കാലം ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു സാധനം നമ്മളെ കയ്യിൽ തന്നു. ആ സാധനം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഏൽപ്പിച്ച ആൾക്കെതിരെ പണിയെടുത്താൽ സഹിക്കോ? അത് പൊറുക്കുവോ മനുഷ്യൻ? എന്നിട്ടും റബ്ബ് എത്ര പൊറുക്കുന്നവനാ, എന്നിട്ടും റബ്ബ് എത്ര ഹലീമാണ്, റബ്ബ് എത്ര സബൂറാണ്. അവന്റെ പേരല്ലേ അതൊക്കെ, സബൂർ, ഹലീം. വല്ലാത്ത വിവേകമുള്ളവനാണ് റബ്ബ്, വല്ലാതെ സഹിക്കുന്നവനാണ് റബ്ബ്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെയൊക്കെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഒരാളെടുത്തൊരു സാധനം ഏൽപ്പിക്കാൻ കൊടുത്തിട്ട് ആ സാധനം ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ നമുക്കെതിരെ തിരിഞ്ഞ അവനെ നമ്മൾ വെച്ചേക്കൂല ഭൂമിയില്. അപ്പ ആക്ഷൻ എടുക്കും, ഉടനെ ആക്ഷൻ എടുക്കും. മനുഷ്യന് സബറില്ല. എന്നാ അല്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിലോ ഭൂമിപ്പുറത്ത് ഒരു ജന്തു ബാക്കി ഉണ്ടാവില്ല എന്നാ അല്ല പറഞ്ഞു. വലൗ യുആഖിദുല്ലാഹു الناس ബിമാ ളലമൂ മാ തറക അലാ ളഹ്രിഹാ മിൻ ദാബത്തിൻ. അള്ളാഹു മനുഷ്യന്മാർ ചെയ്യുന്ന അക്രമങ്ങൾക്ക്, അനീതികൾക്ക്, ളുൽമുകൾക്ക് ഉടനെ അങ്ങ് ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ഭൂമിപ്പുറത്ത് ഒരു ജന്തു ബാക്കി ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അല്ല അങ്ങനെ നീട്ടിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഏത് തമ്മാടി ഇങ്ങനെ ജീവിക്കണല്ലോ. അല്ലല്ല എന്ന് പറയണവനും സുഖമായിട്ട് ഇങ്ങനെ കഴിയാണ്. അള്ളാഹിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി പറയണവനും ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ കഴിയാണ്. അതെന്താ? അള്ളാഹ് അറിയാഞ്ഞിട്ടും കാണാഞ്ഞിട്ടൊന്നുമല്ല, അതങ്ങനെ അവധി വരെ ഇങ്ങനെ നീട്ടിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നന്ദി കാണിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആല പെട്ടെന്ന് ഞാൻ പിടിച്ച് ശിക്ഷിച്ചോളണമെന്നൊന്നുമില്ല. എനിക്കൊരു അവധി ഇങ്ങനെ നിശ്ചയിക്കും. കാരണം ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ ലോകമാണ്, പ്രതിഫലത്തിന്റെ ലോകം യൗമുദ്ദീൻ എന്ന് പറയുന്നത് പരലോക നാളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവനും അത് തന്ന റബ്ബാരോ ആ റബ്ബിന് പൊരുത്തമുള്ള മാർഗത്തിലേക്ക് മാത്രം ചിലവഴിക്കലാണ് യഥാർത്ഥത്തിലുള്ള ശുക്ർ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണ് നമുക്ക് അല്ല തന്നതാണോ? ഉറപ്പല്ലേ? എങ്കിൽ ആ കണ്ണ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലേക്ക് നോക്കരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? ആ കണ്ണുകൊണ്ട് അള്ളാഹനെ മനസ്സിലാക്കാനുള്ളതൊക്കെ വായിക്കണം. ആ കണ്ണുകൾ കൊണ്ട് ധാരാളം കാണണം, നോക്കണം, പ്രപഞ്ചത്തിലേക്ക് നോക്ക്. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. അല്ലാഹു പറയാണ്, മനുഷ്യൻ നോക്കുന്നില്ലേ? ഒട്ടകത്തെ നോക്ക്. അറബികളോട് പറയാണ്, അന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ലോകത്തുള്ള അറബികളോട് പറയാം, ചുറ്റുഭാഗത്ത് കാണുന്ന അത്ഭുതകരമായ ജന്തുവാണ് മരുക്കാട്ടിലുള്ള മരുക്കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം. എന്താ അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ വല്ലാത്തൊരു പുതുമ. നമ്മളെങ്ങാനും ഇറങ്ങിയാൽ കാൽമുട്ട വരെ ആണ്ടുപോകുന്ന മണൽക്കുഴികൾ, ഒട്ടകം നടന്നു പോയാൽ അതിൻ്റെ കുളമ്പ് താഴുക പോലുമില്ല. ഒരു സ്പെഷ്യൽ രൂപത്തിലുള്ള കാലുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിന്. നമ്മളാണെങ്കിൽ ആ മരുക്കാട്ടിൽ ഒരു സെക്കൻഡ് നേരം നിൽക്കുമ്പോഴേക്ക് കണ്ണിലൊക്കെ പൊടി പാറിയിട്ട് നമ്മളവിടെ മരിച്ചു വീഴും. എന്നാലോ ഈ ഒട്ടകം ഏത് പൊടിക്കാറ്റടിച്ചാലും ഒട്ടകത്തിന്റെ കണ്ണുകൾക്കൊന്നും സംഭവിക്കാത്ത നിലക്കുള്ള ഒരു കൃത്യമായ സൃഷ്ടിപ്പ് ആ കണ്ണിനും കൺപോളകൾക്കും. നമ്മളാണ് മരുക്കാട്ടിൽ ദാഹിച്ച് അകപ്പെട്ടതെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് നമ്മൾ പൊരി വെയിലത്ത് പടഞ്ഞു ദാഹിച്ചു മരിച്ചു പോകും. ഒട്ടകമോ മാസങ്ങളോളം മരുക്കാട്ടിൽ വെള്ളം കിട്ടാതെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ അതിന്റെ ബോഡിയിൽ അല്ലാഹു തആല ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിന്റെ സൃഷ്ടിപ്പ് എത്രയാണ്, എന്തൊരു ചന്തമാണ്, എന്തൊരു അത്ഭുതമാണെന്നാണ് അല്ലാഹു പറയുന്നത്. ജന്തുശാസ്ത്രത്തെക്കുറിച്ച് വിലയിരുത്തുന്ന ആളുകൾക്ക് ഈ ഒരൊറ്റ ആയത്ത് മണിക്കൂറുകളോളം വിശദീകരിക്കാനുണ്ടാകും. അത്ര വലിയ അത്ഭുതങ്ങളുടെ സൃഷ്ടിപ്പാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ്. ചിന്തിക്കാൻ പറയുകയാണ്. ആകാശത്തേക്ക് നോക്ക്, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടത്? പർവ്വതങ്ങളിലേക്ക് നോക്കത് എങ്ങനെയാണ് ആണികളെന്ന നിലക്ക് നാട്ടപ്പെട്ടിരിക്കുന്നത്? ഭൂമിയിലേക്ക് നോക്കത് എങ്ങനെയാണ് നിവാസയോഗ്യമാക്കിയതെന്നൊക്കെ അല്ലാഹു പറയാണ്. അങ്ങനെ ദുനിയാവിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ കാണാനായി കണ്ണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ നല്ലത് കാണണം.
അതുപോലെ കാതുകൾ തന്നത് എന്തിനാണ്? അള്ളാന്റെ അത്ഭുതങ്ങൾ കേട്ട് മനസ്സിലാക്കി, ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കി ചിന്തിച്ച് അതിനുവേണ്ടി അള്ളാഹ് ഖൽബ് തന്നു. അങ്ങനെ ചിന്തിച്ച് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് അള്ളാഹിനോട് നന്ദി കാണിക്കാനാണ് അള്ളാഹ് നമുക്ക് കണ്ണ് തന്നത്, കാത് തന്നത്, ഹൃദയം തന്നത്. ഇതൊക്കെ കിട്ടിയവരെങ്ങനെ നന്ദി കാണിക്കേണ്ടത്? അള്ളാഹ് എന്തിനാണോ തന്നത് അതിനു വേണ്ടി അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്താത്തവർ കാലികളെക്കാൾ അതപ്പതിച്ചവർ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽഅൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ജഹന്നമിലേക്ക് സൃഷ്ടിക്കപ്പെട്ട കുറെ മനുഷ്യന്മാരും ജിന്നുവർഗങ്ങളും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവർ പോയി? അവർക്ക് അള്ളാഹ് ഹൃദയം കൊടുത്തിരുന്നു, പക്ഷേ അതുകൊണ്ടൊന്നും അവർ നല്ലത് ചിന്തിച്ചില്ല. ചിന്തക്ക മുഴുവൻ ദുന്യാവും വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേണ്ടതൊന്നും ചിന്തിച്ചില്ല, വേണ്ടതൊന്നും ആ കൽബിൽ വന്നില്ല. പിന്നെ കാതുകൾ കൊടുത്തു, അവർ വേണ്ടതൊന്നും കേട്ടില്ല. കണ്ണുകൾ കൊടുത്തു, കാണേണ്ടതൊന്നും അവർ കണ്ടില്ല, വായിച്ചില്ല, പഠിച്ചില്ല, നോക്കിയില്ല. വേണ്ടാത്തതൊക്കെ കണ്ടു, വേണ്ടാത്തതൊക്കെ കേട്ടു, വേണ്ടാത്തതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നു, പിരാന്തനായി. അങ്ങനെ ജീവിച്ചു. ഉലൈക കൽഅൻആം, നാക്കാലികളെപ്പോലെ. നാക്കാലികളെപ്പോലെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു ബൽ ഹും അദൽ, അതിനേക്കാൾ പഴച്ചവരാണ്. കാരണം കാലികൾക്ക് ഈ കഴിവ് കൊടുത്തിട്ടില്ലല്ലോ. ഒരു പോത്തിനോ മൂരിക്കോ അങ്ങനെ കണ്ടിട്ട് നീ സത്യാസത്യങ്ങൾ മനസ്സിലാക്കണം എന്നൊന്നും പോത്തിനോട് പറഞ്ഞിട്ടില്ല. ഒരു മൂരിയോട് അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. ഈ കേട്ടിട്ട് നല്ലതും ചീത്തയൊക്കെ വേർതിരിച്ചിട്ട് നല്ലതേ കേൾക്കാവൂ, ചീത്ത കേൾക്കരുത്, ആരാന്റെ പറമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കരുത്, ഹറാം ഹലാലൊക്കെ നോക്കണം, ഇതൊന്നും മൃഗലോകത്തോട് കൽപ്പനയില്ല. മനുഷ്യനോട് ഇതൊക്കെ ഉണ്ട്, അതിനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട്. 2 മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കണ്ണും നാവും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഉടനെ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് വഹദൈനാഹുൻ നജ്ദൈൻ, ഉയർന്നു നിൽക്കുന്ന 2 വഴികളും നാം അവന് കാണിച്ചു കൊടുത്തില്ലയോ? ഒന്ന് ഹക്കിന്റെ മാർഗം, മറ്റൊന്ന് ബാത്തിലിന്റെ മാർഗം. ഹക്കിലൂടെ മാത്രമേ നീ പോകാവൂ, ബാത്തിലിലേക്ക് പോകരുത്. ആ കൽപ്പന മൃഗലോകത്തോട് ഇല്ല, ആ കൽപ്പന മനുഷ്യലോകത്തോടാണ്. അതുകൊണ്ടാ അള്ളാഹ് പറയുന്നത് കൽപ്പന കിട്ടാത്ത മൃഗങ്ങളോടും ഇവരെ ഉപമിച്ചുകൂടാ. മറിച്ച് കഴിവ് കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താത്ത ജന്തുവായ മനുഷ്യൻ നാക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണ്. അവർ വല്ലാത്ത അശ്രദ്ധയിലാണ് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ ആരെടുത്ത സഹോദരന്മാരെ തകരാറ്? എവിടെയാണ് തകരാറ്? നമ്മൾ നമുക്ക് കിട്ടിയ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നമ്മളെ കണ്ണും കാതും നാവും കൽബൊക്കെ. ഇനി അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള പണം അതിനെങ്ങനെയാ ശുക്ർ പറയേണ്ടത്? താങ്ക് യു അല്ലാ, താങ്ക്സ് അല്ലാ എന്ന് പറയല, അൽഹംദുലില്ലാ ശുക്ർ എന്നൊക്കെ ഇങ്ങനെ പറയല. അത് പറയണം, നാവുകൊണ്ട് ശുക്ർ പറയണം, ഹംദ് പറയണം, അവനെ വാഴ്ത്തണം, അവനെ പുകഴ്ത്തണം, സുബ്ഹാനല്ലാഹ് വേണം, അല്ലാഹു അക്ബർ വേണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതൊക്കെ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹിനെ പുകഴ്ത്തലൊക്കെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. അള്ളാഹ് തന്ന പണം കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത മാർഗത്തിലേക്ക് ഒരു ഫിൽസ് പോലും ചെലവഴിക്കാതിരിക്കലാണ് ശുക്ർ. അവൻ ഇഷ്ടമുള്ള മാർഗത്തിലേക്ക് മാത്രം ആ പണം വിനിയോഗിക്കലാണ് ശുക്ർ. കാരണം ഈ പണം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു, എവിടെ നിന്ന് കിട്ടി എന്ന് പരലോകത്ത് ചോദ്യമുണ്ട്. മുഴുവൻ നിഅമത്തിനെ കുറിച്ചും ചോദ്യമുണ്ട്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നത്തെ ദിവസം ഓ ജനങ്ങളെ, സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാത്തിനെ കുറിച്ചും ചോദിക്കപ്പെടും. നമ്മുടെ ബോഡി, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത് എല്ലാം ചോദിക്കും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, കണ്ണും കാതും ഹൃദയവുമൊക്കെ എല്ലാത്തിനെ കുറിച്ചും ചോദിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളാകുന്നു. മറുപടി പറയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ ഇതിനൊക്കെ മറുപടി പറയണം. അപ്പൊ പണം നൽകപ്പെട്ടവന്റെ ചോദിക്കും, നീ എവിടെ നിന്നാടോ നിനക്ക് കിട്ടിയത്? ബോഡി നൽകപ്പെട്ടവനോട് ചോദിക്കും വഅൻ ജിസ്മിഹി, അവന്റെ ബോഡിയെ കുറിച്ച് ചോദ്യമുണ്ട് നാളെ പരലോകത്ത്. ഫീമ അബ്ലാ, നിന്റെ ആരോഗ്യം, നിന്റെ ബോഡി നീ ഏത് മാർഗത്തിലേക്കാണോ ചെലവഴിച്ചത്? വഅൻ മാലിഹി, അവന്റെ മുതലാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് ചോദ്യമുണ്ട്. മിന്നൈനക്തസബ്തഹു, എവിടെ നിന്നാടോ നീ സമ്പാദിച്ചത്? വഫീമ അൻഫഖ്തഹു, ഏത് മാർഗത്തിലേക്കാണോ നീ അത് ചിലവഴിച്ചത്?
ഇത് പരലോകത്തെ ചോദ്യമുണ്ട്. ആരും ഇന്ന് ഒഴിവാവില്ല എന്നല്ല. തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഒരടിമയുടെയും കാല് ചലിപ്പിക്കാൻ സമ്മതിക്കൂല പരലോകത്ത് മഹ്ശറിൽ. ഉത്തരാണ് പറയേണ്ടി വരുന്നതാണ്. എല്ലാവരോടും ചോദിക്കും, എല്ലാവരും ഉത്തരം പറയേണ്ടതുണ്ട്. ഈ ഒരു ബോധം അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന 2 നിഅമത്തിനെ പറ്റി ഓർമ്മപ്പെടുത്തി. ആ 2 നിഅമത്തും നമുക്ക് പലപ്പോഴും നിഅമത്തായി തോന്നുകയില്ല. കാരണം നമ്മളാകെ നിഅമത്തെന്ന് പഠിച്ചു വെച്ചത് പണമുണ്ടാകലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ, 2 നിഅമത്തുകൾ. ജനങ്ങളിൽ മഹാഭൂരിഭാഗവും ആ 2 അനുഗ്രഹങ്ങളും ശരിക്കും ഉപയോഗപ്പെടുത്താതെ അശ്രദ്ധയിലായി നീങ്ങുകയാണ്. ഏതൊക്കെയാണ് ആ 2 എണ്ണം? അസ്സിഹ്ഹത്തു, ഒന്ന് ആരോഗ്യം. ആരോഗ്യം ഉള്ളപ്പോൾ അതിന് ആർക്കും ഒരു വിലയില്ല. ആരോഗ്യം പോകുമ്പോഴാണ് അതിൻ്റെ വില അറിയുക. ഇപ്പൊ കാലിന്റെ മുട്ടിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ റുക്കോഴ് ചെയ്യാനും സുജൂദ് ചെയ്യാനും തകരാറില്ല. കുറച്ച് കഴിഞ്ഞാൽ കസേര പോകണം, കാൽമുട്ട് വേദന, അനങ്ങാൻ പറ്റണില്ല, പള്ളിയിലേക്ക് പോകാൻ പൂതിൻ്റെ, നടക്കാൻ വയ്യ, രാത്രി എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും ഒന്ന്, ഒരു 2-3 റക്അത്തെങ്കിലും ഒന്ന് നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിക്കണമെന്നും ഇപ്പൊ കഴിയും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആഗ്രഹിച്ചാലും നടക്കൂല. കഴിവുള്ളപ്പോൾ ചെയ്യണം, ആരോഗ്യമുള്ളപ്പോൾ ചെയ്യണം, സമയമുള്ളപ്പോൾ ചെയ്യണം. സമയം കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഈ 2 അനുഗ്രഹങ്ങളും ഉള്ളപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തവരാണ് റസൂലുള്ളാഹി പറയുന്നത്. ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വൽ ഫറാഗ്, ഒഴിവ് സമയം കിട്ടുന്നവർ ഒഴിവ് വേളയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. വെറുതെ ടൈം പാസ്സാ. നമുക്ക് ആളുകൾ അങ്ങനെയാ പറയാ, എന്താ ഇപ്പൊ ഇരിക്കുന്നത്? ഒന്നുമല്ല, നേരം പോക്ക്. നേരം പോകാഞ്ഞിട്ട് നമ്മൾ ഇടങ്ങേറാവുകയാണ്. നേരം പോക്ക്, ടൈം പാസിന് വേണ്ടി എന്താ കളിയിലേർപ്പെട്ടത്? ടൈം പാസ്. പിന്നെ ടൈം പോയി കിട്ടുന്നില്ല, ടൈമില്ല, ടൈം പോയി കിട്ടുന്നില്ല. അതിങ്ങനെ വേണ്ടാത്തതിലേക്ക് ചെലവഴിച്ച്, പല മാർഗങ്ങളിലേക്ക് അവന്റെ സമയം ചെലവഴിച്ച് ഇങ്ങനെ സമയത്തെ കൊന്നുകളയാണ്. അവസാനം പിന്നെ സമയം വേണ്ടതിലേക്ക് നോക്കുമ്പോ പിന്നെ കഴിഞ്ഞുപോയി, ലാസ്റ്റ് ബെല്ലടിച്ചു. ആ സമയത്തുണ്ട് നമ്മളൊരു സമയത്തിന് വേണ്ടി ഒരു കെഞ്ചല്. അവസാനത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് മലക്കുൽ മൗത്തിന് വരുമ്പോ ഇതുവരെ ഒരു സമയം പോകാഞ്ഞിട്ട് ബേജാറായിരുന്ന നമ്മള് അല്പസമയവും കൂടി തരുമോന്ന് ചോദിക്കുന്ന ഒരു കെഞ്ചലുണ്ട്. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ഞാനും നിങ്ങളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് കൃത്യമായി പറഞ്ഞതാ. ആരും അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട. അള്ളാഹ് പറയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത മാർഗത്തിലേക്ക് വേണ്ടി മണിക്കൂറുകൾ സമയങ്ങൾ ചെലവഴിക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ വേളങ്ങട്ട് എത്തുന്ന നേരത്ത് അവൻ അള്ളാഹിനോട് പറയും, റബ്ബിർജിഊൻ, എന്നെ ഒന്നും മടക്കിത്ത. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഒരുപാട് ഞാൻ ചെയ്യാനുണ്ട്. ഞാൻ ഒഴിവാക്കി വിട്ടേച്ചു പോയ ഒരുപാട് അമലുകളുണ്ട്, അതൊക്കെ വന്ന് ചെയ്യാനൊരൽപ്പം സമയം തരുമോ? ശരിയാണ്, ഇവർക്ക് കുറച്ച് സമയം വേണം, എന്നാ ഞാൻ അന്നപ്പം മരിപ്പിക്കണില്ല. അള്ളാഹ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവോ? ഇല്ല. ആ ആഗ്രഹത്തെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? കെല്ല, വേണ്ടടാ, വേണ്ട, നീ നിനക്ക് സമയം തരുന്നില്ല, വേണ്ട, എന്തിനു നിനക്ക് സമയം? ഇന്നഹാ കലിമത്തുൻ, അത് കേവലം നിന്റെ ഒരു വർത്തമാനം മാത്രമാണ്. ആ വാക്കുകൾ കൊണ്ട് ഇനി ഒരു കാര്യവുമില്ല. നിനക്ക് ദുന്യാവിലേക്ക് ഇനി മടക്കമില്ല, മറിച്ച് ഇനി ചെന്നു ചേരേണ്ടത് വമിൻ വറാഇഹിം ബർസഖുൻ, അവരുടെ പിന്നിൽ ഇനി ബാക്കിയുള്ളത് അവരുടെ ഖബറാണ്. ഇലാ യൗമി യുബ്അസൂൻ, പരലോകത്തേക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെ ഇനി ചെന്ന് കിടക്കാനുള്ളത് അന്ധകാരത്തിന്റെ ഖബറാകുന്നു. അതുകൊണ്ട് മോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് അള്ളാഹ് നമ്മളോട് കാലേ കൂട്ടി പറഞ്ഞു തരിക, നിങ്ങൾ ഇങ്ങനെ മോഹിക്കൂട്ടോ, അങ്ങനെ മോഹിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ, അതൊരു വെറും വാക്കായിരിക്കും കേട്ടോ. എന്തിനാ അള്ളാഹ് ഇത് നമ്മളോട് കാലേ കൂട്ടി പറഞ്ഞു തരുന്നത്? ആ സമയത്തെത്തിയിട്ട് ഖേദിക്കാതിരിക്കാൻ, മരണവേളയിൽ വെപ്രാളപ്പെടാതിരിക്കാൻ,
അതിന്റെ മുമ്പേ നിനക്ക് കിട്ടുന്ന ആരോഗ്യവും സമയവും ഒക്കെ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള വഴിയിലേക്ക് ചെലവഴിക്കാൻ അതിനല്ലേ അത് പറഞ്ഞു തരുന്നത്. അല്ലാതെ പെട്ടെന്ന് അല്ല ഒന്നും പറയാതെ പിടിച്ചോണ്ടുപോകല്ലോ. പെട്ടെന്ന് അല്ല ഒന്നും പറയാതെ നമ്മളൊന്ന് മരിപ്പിക്കുക. സമയം തരുന്നുണ്ട്, സൗകര്യം തരുന്നുണ്ട്, പഠിക്കാനുള്ള സംവിധാനങ്ങൾ തരുന്നുണ്ട്, കണ്ണ് തന്നു, കാത് തന്നു, ഹൃദയം തന്നു, പണം തന്നു, സൗകര്യങ്ങൾ തന്നു, എല്ലാം തന്നു. പഠിച്ചോ. പഠിപ്പിക്കാൻ ആളുകളെ വിട്ടു തന്നു. അമ്പിയാക്കൾ വന്നു, ലോകത്ത് പ്രബോധകന്മാർ വന്നു, വഴി കാണിക്കുന്ന ആളുകൾ വന്നു. എന്നിട്ടോ നന്ദി കാണിച്ചോ? നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ? എന്താ? ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു തആല ഇങ്ങനെ തരുമ്പോ ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ കൂടുതൽ നന്ദി ഇങ്ങനെ കാണിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം കൂടും. നന്ദി കേട് കാണിച്ചാലോ മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുക്കിക്കളയും, പോകും. വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നമ്മളോട് അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിലേക്ക് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അവൻ വീണ്ടും 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 നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. അള്ളാന്റെ ഓഫറാണ് ഇത്. കേവലം ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഓഫർ അല്ല, ഇത് അള്ളാന്റെ ഓഫറാ. അള്ളാഹ് പറയണത്, ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ, ഞാൻ തന്ന നിഅമത്തുകൾ നല്ല രൂപത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാണിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കുള്ള നിഅമത്തുകൾ അള്ളാഹ് അങ്ങനെ അധികം തരും. വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ ഓർത്തോലണം, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ സഹിക്കാൻ കഴിയാത്തതാണ്, വളരെ കഠിനമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന കുറെ ചരിത്രങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ കഥകൾ പറയുന്നത് കേവലം കഥ വായിച്ചു ആസ്വദിക്കാനല്ല, മറിച്ച് ഖുർആൻ പറയുന്ന ഓരോ കഥകളിൽ നിന്നും മുഅ്മിനീങ്ങൾ പാഠം പഠിക്കാനാ. ഖുർആൻ ഒരു മുതലാളിയുടെ കഥ പറയുന്നുണ്ട്. ഒരുപാട് അള്ളാന്റെ നിഅമത്താകുന്ന പണം വാരിക്കോരി നൽകപ്പെട്ട ഒരു മുതലാളി. സൂറത്തുൽ ഖസസിൽ അയാളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറഞ്ഞതെന്താ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ إذ قال له قومه لا تفرح إن الله لا يحب الفرحين. ആരായിരുന്നു ഖാറൂൻ മുതലാളി? മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലുള്ള ജനതയിൽപ്പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. എന്നിട്ടോ അവൻ ഭയങ്കര ധിക്കാരിയായിരുന്നു. ആളുകളുടെ മേധയൊക്കെ അവൻ അതിക്രമം ചൊരിഞ്ഞു. എന്തേ അവനിങ്ങനെ അതിക്രമം ചൊരിയാൻ കാരണം? അവനിങ്ങനെ നെഗളിപ്പ് കൂടാൻ എന്താ കാരണം? വആതൈനാഹു മിനൽ കുനൂസ്, നാം അവന് ഒരുപാട് സമ്പത്ത് നൽകി, നിധികൾ അവന് നൽകി. എത്രത്തോളം? അവന്റെ സമ്പത്തിന്റെ താക്കോൽ കൂട്ടം വഹിച്ച് നടക്കാൻ വലിയ ബറ്റാലിയൻ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ സമ്പത്തിന്റെ താക്കോൽ കൂട്ടം, ഖജനാവിന്റെ താക്കോൽ കൂട്ടം വഹിച്ച് നടക്കാൻ പോലും വമ്പിച്ച ബറ്റാലിയൻ ആളുകൾ, വലിയ പവറുള്ളവര്. അങ്ങനെ ഇവൻ വല്ലാതെ നെകളിപ്പ് കാണിച്ചപ്പോ നാട്ടുകാരൊക്കെ അവനോട് പറഞ്ഞു, ലാ തഫ്രഹ്, വല്ലാതെ പുളകം കൊള്ളല്ലേ, ഇങ്ങനെ അഹങ്കാരം കാണിക്കല്ലേ. ഇങ്ങനെ പുളകം കൊണ്ടിട്ട് ഇങ്ങനെ അഹങ്കാരിയായിട്ട് ധിക്കാരിയായി നടക്കുന്നവരെയൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടല്ല. അതുകൊണ്ട് ഒന്ന് മര്യാദയോടെ നിങ്ങൾ ജീവിക്കണം. അള്ളാഹ് തന്ന പണാന്ന് ഓർമ്മ വേണം. അള്ളാഹ് തന്നതാണ്, നിങ്ങൾക്ക് ഒരുപാട് തന്നു, കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغي الفساد في الأرض إن الله لا يحب المفسدين. ജനങ്ങളെ അയാളോട് പറഞ്ഞു, ഉപദേശിച്ചു നോക്കി, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ മുതൽ കൊണ്ട് പരലോകത്തെ ആഗ്രഹിക്കൂ. എന്നാ വെറും പരലോകത്തിന്റെ മാർഗത്തിലേക്ക് ഇങ്ങനെ സംഭാവന ചെയ്യണം എന്നൊന്നും ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. ദുന്യാവിൽ നിങ്ങളുടെ വിഹിതം നിങ്ങൾ മറക്കണ്ട, ആസ്വദിച്ചോളൂ.
അള്ള നിങ്ങൾക്ക് നന്മ ചെയ്തു തന്നതുപോലെ നിങ്ങൾ ജനങ്ങളിലേക്ക് നന്മ ചെയ്യൂ. ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കാതെ നടക്കൂ. ഫസാദ് ഉണ്ടാക്കുന്നവരെ അള്ള തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അവിടെയുള്ള ആളുകൾ ഇയാളോട് പറഞ്ഞു നോക്കി. മുതലാളിനോട് പറഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? മുതലാളി എന്താ, മുതലാളിമാർക്ക് ഏത് കാലത്തും ഉണ്ടല്ലോ പടച്ചോനെ പേടില്ലാത്ത മുതലാളിമാർക്ക് കുറച്ച് നെകളിപ്പുണ്ടാവും, ഉപദേശിക്കുന്നവനോട് പുച്ഛണ്ടാവും. പടച്ചോനെ പേടിയുള്ള മുതലാളിയാണെങ്കിലോ ഉപദേശം കേട്ടാൽ അവിടെ നിൽക്കും, വിനയാന്വിതരാകും. പക്ഷെ ഖാറൂൻ നേരെ മറിച്ചായിരുന്നു, പടച്ചോനെ പേടില്ലാത്ത മുതലാളിയാണ്. ആ നാട്ടിലുള്ള ഉപദേശികളൊക്കെ അവനെ ഉപദേശിച്ച് നോക്കി, ഇങ്ങനെ നടക്കല്ലേ, പണത്തിന്റെ ദകളിപ്പുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് എനിക്ക് നൽകപ്പെട്ടതാണ്. എന്താ അള്ളേടോ, ഇതൊക്കെ എനിക്ക് നിന്റെ അറിവോട് കിട്ടിയല്ലേ. ഞാനായിട്ട് നമുക്കുണ്ട് അങ്ങനെ കൊച്ചു മുതലാളിമാർക്കുണ്ട്. ഇന്നത്തെ ഒരു മുതലാളിയും വലിയ മുതലാളിയല്ല, ഖാറൂന്റെ അവിടുക്കാരും എത്തൂല. എന്നാൽ ഇന്ന് വലിയ മുതലാളിമാരൊക്കെ ഒരു വലിയ മുതലാളിമാരാണ് ധാരണ. ആയിക്കോട്ടെ, അങ്ങനെയുള്ള കൊച്ചു മുതലാളിമാരെ നമുക്ക് പറയാം. അങ്ങനത്തെ മുതലാളിയും പറയാം, അതൊക്കെ ഞാൻ നയിച്ചിട്ടുണ്ടാക്കിയതാ, ഇതിന്റെ നിയമം എനിക്കറിയാം, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചിട്ട്, ഞാൻ ജോലി ചെയ്തിട്ട്, ഞാൻ നയിച്ചിട്ട്, ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ മുതല അതൊക്കെ. ഇതെങ്ങനെ ക്രയവിക്രയം ചെയ്യണമെന്ന് എന്നെ പഠിപ്പിക്കാൻ ഒരു വരണ്ട, ഒരു മുസ്ലിയാരും വരണ്ട, ആരും വരണ്ട. ഇത് എനിക്കറിയാം നോക്കാൻ. ഞാൻ ഉണ്ടാക്കിയ മുതല എങ്ങനെ ഇലവാക്കണമെന്ന് എനിക്കറിയാം. അത് പാടില്ല, അത് പലിശ വാങ്ങരുത്, ഇത് ചെയ്യരുത്, ഈ ബിസിനസ് ചെയ്യരുത്, അതാവരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാം. നിങ്ങളാര്? ഇത് എന്റെ കഴിവുകൊണ്ട് കിട്ടിയ മുതലാ. ഖാറൂൻ മുതലാളി പറഞ്ഞതാ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ഇതെന്റെ അറിവ് കൊണ്ട് എനിക്ക് നൽകപ്പെട്ടത് മാത്രമാണ്, അതിലൊന്നും വേറെ ആർക്കും ഒന്നുമില്ല. ഉടനെ അള്ളാഹ് അതിന് ക്രോസ് പറയാണ്. അവന്റെ വാദത്തിന് അല്ലാഹു തആല പറയാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വ അക്സറു ജംആ. ഇവൻ മനസ്സിലാക്കിയിട്ടില്ലേ, ഇവനേക്കാളൊക്കെ വലിയ വമ്പന്മാരെ, കൊമ്പന്മാരെ മുൻ തലമുറകളിൽ അള്ളാഹു നശിപ്പിച്ച് തകർത്തെറിഞ്ഞിട്ടുണ്ടെന്ന്. അതെന്താ ഇവൻ മനസ്സിലാക്കാതെ പോയത്? ഇവനെ കാണൊക്കെ വലിയ ആൾക്കാർ നമ്മളെ വലിപ്പേറിയിട്ടില്ലല്ലോ എന്നല്ല പറയണം. ഇവനെ കാണൊക്കെ വലിയ അധികാരികളെ നമ്മൾ നാമാവശേഷമാക്കിയിട്ടില്ലയോ? അതൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. അങ്ങനെ അവന്റെ പണത്തിന്റെ പ്രതാപം പ്രകടിപ്പിക്കാൻ വേണ്ടി നടുറോട്ടിലേക്ക്, ജനങ്ങളുടെ മുമ്പിലേക്ക് കവാത്തിനിറങ്ങണം. അവന്റെ സമ്പത്തിന്റെ പളവളപ്പ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി അവൻ ഒരു പ്രകടനമായിട്ട് അവന്റെ പരിവാരങ്ങളുടെ കൂടെ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. ഇവന്റെ സമ്പത്തിന്റെ പളവളപ്പും ഇവന്റെ പ്രൗഢിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവൻ റോട്ടിൽ പരിവാരങ്ങളുടെ കൂടെ അവന്റെ അലങ്കാരത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങിയപ്പോ ദുന്യാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നാട്ടുകാരായ ആളുകൾ പറയാണ്, ഓ എന്തൊരു ഭാഗ്യവാനാ ഖാറൂനില്ലേ, എന്താ അവന്റെ ഒരു മുതല്, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഈ ഖാറൂന് നൽകപ്പെട്ടതുപോലെയൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. അവൻ വല്ലാത്തൊരു ഹള്ളുള്ള മനുഷ്യൻ തന്നെയാണ്, വലിയ മഹാഭാഗ്യവാൻ തന്നെയാണ്. എല്ലാവരും അത്ഭുതപ്പെടാൻ തുടങ്ങി. ദുന്യാവ് മാത്രം മോഹിക്കുന്നവനക്ക് ദുന്യാവ് കാണുമ്പോൾ ആ മുതലാളിയുടെ ജീവിതവും അയാളുടെ വലിയ കഴിവുകളും അയാളുടെ വലിയ സമ്പന്നതയും അയാളുടെ പളവളപ്പൊക്കെ അങ്ങനെ കാണുമ്പോൾ സാധാരണക്കാരങ്ങനെ ചിന്തിക്കണം, അത് എനിക്കും എത്തിപ്പെടണം. അതിനൊരാളെ കൊന്നിട്ടായാലും വേണ്ടില്ല, നുണ പറഞ്ഞിട്ടായാലും വേണ്ടില്ല, കൂട്ടിക്കൊടുത്തിട്ടായാലും വേണ്ടില്ല, മദ്യം വെച്ചിട്ടായാലും വേണ്ടില്ല, എന്ത് കടത്തിയിട്ടായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണം അല്ലേ. അപ്പോൾ ഈ മുതലാളിയുടെ ഈ കവാത്തും ഇയാളുടെ സൗകര്യങ്ങളൊക്കെ കണ്ടേക്ക് പരലോകബോധമൊന്നുമില്ലാത്ത ദുന്യാവ് മോഹിക്കുന്ന ആ നാട്ടിലെ ആൾക്കാർ പറഞ്ഞതാണ്, ഇവന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ. ഭയങ്കര പൈസ തന്നെട്ടോ ഇവനൊക്കെ, എത്രയോ എൻ്റെ സമ്പത്ത് അയാൾക്ക് തന്നെ അറിഞ്ഞൂടല്ലോ. അങ്ങനെ എന്താ ഉണ്ടായത്? എന്താ അവസാനം ഉണ്ടായത്? അവനിങ്ങനെ അവന്റെ പരിവാരങ്ങളെയും കൊണ്ട് ഈ അഹങ്കാരിയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി ധിക്കരിച്ചുകൊണ്ട് നടന്നപ്പോ فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. ഇതൊക്കെ നിങ്ങൾ ഖുർആനിന്റെ വ്യാഖ്യാനവും പരിഭാഷയൊക്കെ എടുത്തിട്ട് നോക്കണം. സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് ഈ മുതലാളിയുടെ അന്ത്യം പറയുന്നുണ്ടല്ലോ. ഇയാൾ എങ്ങനെ നശിച്ച്, فخسفنا به وبداره,
അവനെയും അവന്റെ കൊട്ടാരത്തെയും നാം ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിക്കളഞ്ഞു. അവനും പോയി, അവന്റെ കൊട്ടാരവും പോയി. ഭൂമിയാണ് വിഴുങ്ങി. ശക്തമായൊരു ഗർത്തം കണ്ട് രൂപപ്പെട്ടിട്ട് അവനുമാണ് പോയി, അവന്റെ കൊട്ടാരം ഭൂമിയുടെ ഉള്ളിലേക്ക്. ഫമാ കാന ലഹു, അവനുണ്ടായില്ല, മിൻ ഫിഅത്തിൻ, ഒരു സംഘവും ഉണ്ടായില്ല. ഒരുപാട് ബറ്റാലിയൻ ആർമികൾ അവന്റെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ അൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ അവനെ സഹായിക്കുന്ന ഒരു സംഘവും അവനുണ്ടായില്ലെന്ന് മാത്രമല്ല, വമാ കാന മിനൽ മുൻതസിരീൻ, ഒരു നിലക്കും ഒരു സഹായത്തിനും അവൻ അർഹനായി, അവന് സഹായം ലഭിക്കപ്പെട്ടതുമില്ല. അവനങ്ങ് ഭൂമിയിലേക്ക് ആണ്ടാണ്ടുപോയി. ലോകം കണ്ട ഏറ്റവും വലിയൊരു മുതലാളിയുടെ പതനമാണ് ഈ പറഞ്ഞത്. കൊച്ചു മുതലാളിമാരെ നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മളൊക്കെ കൊച്ചു മുതലാളിമാരാണ് നമ്മളെ ധാരണ. കുറച്ചുണ്ട്, അത്യാവശ്യമുണ്ട്, ഒന്നുമില്ലാതെ വന്ന വഴിയൊക്കെ നമ്മൾ മറക്കുന്നവരാ. എവിടുന്നാ വന്ന? സീറോവിൽ നിന്ന് വന്നു, വട്ടപൂജ്യത്തിൽ നിന്ന് കയറി വന്നു. ഇപ്പൊ പലതും ഉണ്ട്. ബാങ്ക് ബാലൻസ് ഉണ്ട്, മോള മേനിയിൽ ആഭരണങ്ങളുണ്ട്, ഭാര്യയുടെ മേനിയിൽ ആഭരണങ്ങളുണ്ട്, ബാങ്ക് ലോക്കറിൽ ഇഷ്ടം പോലെ ആഭരണങ്ങളുണ്ട്, ധാരാളം ബാങ്ക് ബാലൻസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, പറമ്പുണ്ട്, വീടുണ്ട്, കൊട്ടാരമുണ്ട്, വാടക കെട്ടിടങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒക്കെ ഉണ്ടായിക്കോട്ടെ, അള്ളാഹ് തരുന്നതാണ്, വാങ്ങിവെക്കാം, എത്രയും വാങ്ങാം. പക്ഷേ നന്ദി പോകണം. ഇതൊക്കെ ഒന്ന് അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുക്കുക, ഒന്ന് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാനായിട്ടുണ്ടാക്കിയതാ, ഇതിന്റെ സക്കാത്ത് പോലും ചോദിക്കാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കി, ഞാൻ നയിച്ചുണ്ടാക്കിയതല്ലേ, അല്ല കാറു മുതലാളി പറഞ്ഞതല്ലേ, ഇന്ന ഊത്തീത്തുഹോലായിൽ മിന്നെന്തി, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആരാ? അതൊക്കെ ഞാൻ ചെലവഴിക്കും, ഞാൻ എങ്ങനെ കണക്കാക്കും? അത് കൊടുക്കണേ കൊടുക്കും. ചിലപ്പോൾ 27 രാവിലെ ചിലപ്പോൾ നാണയത്തൊട്ട് കൊടുത്തു എന്നൊരു ചക്കാത്തില്ലെങ്കിൽ അത് കൊടുക്കൂല. അതൊക്കെ ചോദിക്കാൻ ആര്? നിങ്ങളാര്? ഈ അഹങ്കാരം. അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടുള്ള പണത്തിന്റെ നിഅമത്തിന്റെ മുഴുവൻ കണക്കും ആ റെക്കോർഡിലുണ്ട്. മനുഷ്യന്മാർക്കേ അറിയത്തുള്ളൂ. ഓരോരുത്തരുടെയും ബാലൻസ് എത്രയാണെന്ന് റബ്ബിന്റെ ആ റെക്കോർഡ് ഷീറ്റിൽ അവിടെ ഉണ്ട്. അണപ്പൈ തീർത്ത് കണക്ക് പറയേണ്ടി വരും, അണപ്പൈ തീർത്ത് കണക്ക് പറയേണ്ടി വരും. ലോകത്തൊരാളുടെ മുമ്പിലും പറയേണ്ട, ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥനെയും പേടിക്കണ്ട നമ്മള്. റബ്ബിന്റെ കണക്കിന്റെ മുമ്പിൽ ഒന്നും പോകൂല. അവിടെ ചോദിക്കും, അവിടെ മറുപടി അറിയണം. അതിന് ഇവിടുന്ന് കൊടുക്കണം, നന്ദി കാണിക്കണം. നന്ദി കാണിക്കൂല എന്ന് പറഞ്ഞോനൊക്കെ നമ്മൾ വെറുതെ വിട്ടിട്ടില്ല എന്നാ പറയുന്നത്. വലിയ മുതലാളി എനിക്ക് വലിപ്പേറിയിട്ടില്ല എന്നിട്ടല്ലേ കൊച്ചു മുതലാളിമാരെ നിങ്ങള് നമ്മളോട് അള്ള പറയാണ്. നമ്മളോട് ആലോചിക്ക്. വമ്പിച്ച മുതലാളിനെ എനിക്ക് വലിപ്പേറിയിട്ടില്ല, അവനെ ഭൂമിയിൽ കാണി താഴ്ത്തിയിട്ടുണ്ട്, അവനെ അവന്റെ കൊട്ടാരത്തെയും. എന്നിട്ടാണോ നീ എന്നെ ധിക്കരിക്കുന്നത്, എന്നെ വെല്ലുവിളിക്കുന്നത് എന്ന് മനുഷ്യ സമൂഹത്തിലെ കൊച്ചു മുതലാളിമാരോട്, ധിക്കാരികളോട്, റബ്ബ് അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും അവനെതിരെ ഉപയോഗപ്പെടുത്തുന്നവരോട് അള്ളാഹുവിന്റെ കനത്ത താക്കീതിന്റെ സ്വരത്തിലെ ചോദ്യമാണത്. എല്ലാവരും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ വേറെയും ചരിത്രം പറഞ്ഞിട്ട് ഒരു തോട്ടക്കാര കഥ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ദീർഘിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് പഠിക്കണം. സൂറത്തുൽ ഖലമിൽ ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട്. അല്ലാഹു തആല നൽകി അനുഗ്രഹിച്ച ഒരു തോട്ടത്തിന്റെ ഉടമകൾ, അവരുടെ ബാപ്പയായിട്ട് നല്ല മനുഷ്യനായിരുന്നു. ബാപ്പ എന്ത് ചെയ്യും? കൃത്യമായി ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ സക്കാത്ത് കൊടുക്കും, പാവങ്ങളെ സഹായിക്കും. ബാപ്പയാണ് മരിച്ചു. ബാപ്പ മരിച്ചപ്പോൾ പിന്നെ മക്കളായി തോട്ടത്തിന്റെ ഉടമകൾ. അവർക്ക് ബാപ്പ ഈ ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ലാതായി. ബാപ്പത് വെറുതെ പോയത്തെ പണി എടുക്കുന്നത്, ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ തന്നിച്ചുണ്ടാക്കിയെന്ന് ഇങ്ങനെ ആരാനും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് സാധുക്കൾക്ക് കൊടുക്കണ്ട തീരുമാനിച്ചു. സാധുക്കൾക്ക് കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചിട്ട് ബാപ്പന്റെ ശേഷം പിൽക്കാലത്ത് ഈ മക്കൾ എന്ത് തീരുമാനമെടുത്തു? ഇവര് തീരുമാനിച്ചു, ഇനി വിളവ് കൊയ്തെടുക്കേണ്ട സമയമാകുമ്പോ ഈ കൊയ്തെടുക്കാൻ ചെല്ലുമ്പോഴാണ് പരിസരത്തുള്ള സാധുക്കളൊക്കെ അവിടെ വരിക. അപ്പോഴാ വാപ്പവർക്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഇനി കൊടുക്കണ്ട, നമുക്കെന്നെ മുഴുവൻ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ ഇനി നമുക്ക്? സാധുക്കളൊന്നും അറിയാത്ത നേരം നോക്കിയിട്ട് നല്ല കൊച്ചു വെളുപ്പാങ്കാലത്ത് മൈപ്പിൽ സമയത്ത് പോയിട്ട് നമുക്കാണ് വിളവെടുത്ത് പോരാ. പിന്നെ ആരും വരൂല, ആർക്കും ഒന്നും കൊടുക്കേണ്ടിയും വരൂല. നല്ല തീരുമാനല്ലേ? അള്ളാഹു തന്ന നിഅമത്തിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുത്തിരുന്നത് കൊടുക്കൂലാന്ന് തീരുമാനെടുത്തപ്പോ അള്ളാഹു എന്താ പറഞ്ഞതെന്നറിയോ? അല്ല പറഞ്ഞത്, ഒരു തീരുമാനെടുത്തു, ഇനി ഒരാൾക്കും നമ്മൾ കൊടുക്കും, ഇനി ഒരാൾക്കും കൊടുക്കണ്ട. രാവിലെ പോയിട്ട് നമുക്ക് വിളവ് കൊയ്തെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം അവർ തീരുമാനമെടുത്ത് രാവിലെ ചെന്ന് നോക്കുമ്പോ അവര് തീരുമാനമെടുത്തു, ഒരു സാധുവും ഇനി ഇങ്ങോട്ട് കടന്നു വരാൻ സാധ്യതയില്ലാത്ത നേരത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി നോക്കുമ്പോൾ അവരുടെ സമ്പത്തതാ മുഴുവനും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. ഫതാഫ അലൈഹാ
ത്വായിഫും മിൻ റബ്ബിക വഹും നായിമൂൻ ഫഅസ്ബഹത കസ്സരീം. കരിഞ്ഞു പോയിണ്, തോട്ടം മുഴുവൻ അങ്ങോട്ട് കത്തിച്ചാമ്പലായി പോയി. അങ്ങനെ രാവിലെ ചെന്ന് നോക്കുമ്പോൾ തോട്ടമൊക്കെ കരിഞ്ഞ് നല്ല വിളവെടുക്കാൻ വിചാരിച്ച് ചെന്നതാ. സാധുക്കളാരും വരാത്ത നേരം നോക്കിയിട്ട് വിളവെടുക്കാൻ ചെന്നതാണ്. നല്ല സമ്പന്നതയുടെ സമൃദ്ധിയുടെ തോട്ടങ്ങളൊക്കെ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ഒന്നുമില്ല, ഒന്നും കിട്ടാനില്ല. ആ സമയത്ത് അവർക്ക് പരസ്പരം ഇങ്ങനെ കുറ്റബോധം തുടങ്ങി. അവര് പറഞ്ഞു, റബ്ബേ ഞങ്ങൾ അക്രമം ചെയ്തു പോയി, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലടാ നമ്മൾ ഈ പണിക്ക് നിൽക്കണ്ടെന്ന്. അവര് പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. അവസാനം അവര് അവിടെ വെച്ചുകൊണ്ട് തൗബ ചെയ്യുകയാണ്. യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ ലറാഗിബൂൻ കദാലികൽ അദാബ് വലഅദാബുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു തആല പറയാണ്, അവരവിടെ വെച്ചിട്ട് പടച്ചോനെ ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അക്രമികളായല്ലോ, ഞങ്ങൾ ധിക്കാരികളായല്ലോ, ഞങ്ങൾ എന്താ അങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് നമ്മളെ റബ്ബിനി നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ പകരം തന്നേക്കും. നമ്മളൊക്കെ അള്ളാന്റെ അടുക്കലേക്ക് ആഗ്രഹിക്കേണ്ടവരല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു. അള്ളാഹ് പറയാണ്, കദാലികൽ അദാബ്, ഇപ്രകാര ശിക്ഷ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോ ദുനിയാവില്. വലഅദാബുൽ ആഖിറതി അക്ബർ, പരലോക ശിക്ഷ ഇതിനേക്കാൾ വലിയത് തന്നെയാണ്. ലൗ കാനൂ യഅലമൂൻ, അവരതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. നമ്മളൊക്കെ മനസ്സിലാക്കുക, അല്ലാഹ് തന്ന നിഅമത്ത് കൊണ്ട് ശുക്ർ ചെയ്യാതിരുന്നാൽ അല്ലാഹ് തന്നത് അത് തിരിച്ചെടുക്കും. ആരോഗ്യവും കണ്ണും കാതും സൗകര്യവും സമയമൊക്കെ ഉണ്ടായിട്ട് അള്ളാഹ്ക്ക് എതിരിൽ അതിങ്ങനെ ധിക്കാരികളായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ കുറച്ചൊക്കെ അള്ളാഹ് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് തന്ന് അവസാനം ഒരു പിടുത്തുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് കൊതറാൻ, പിന്നെ രക്ഷപ്പെടാൻ, പിന്നെ ഒരു വമ്പനും ഒരു സമ്പന്നനും ഒരാൾക്കും സാധ്യമാവില്ല. ഇത് അള്ളാഹു അവൻ്റെ ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞതാണ്. വളരെ കൃത്യമായി തന്നെ അള്ളാഹു വേറെയും പല നാട്ടുകാർക്കുണ്ടായ ദുരന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ നമുക്ക് ഓരോ നിഅമത്തുകളും കിട്ടുമ്പോൾ എനിക്ക് കിട്ടി എന്ന വിനീത ഭാവമാണ് വേണ്ടത്. മറിച്ച് നമുക്കോ കിട്ടുമ്പോൾ കിബിറ് കൂടുക. അതേ അവസരത്തിൽ മുൻഗാമികളായ പ്രവാചകന്മാരൊക്കെ അവർക്കൊരു നിഅമത്ത്, ഏത് നിഅമത്താവട്ടെ, കിട്ടിയാൽ അവർ കൂടുതലാണ് വിനയം പ്രാപിച്ച് കൂടുതൽ അള്ളാഹിനോട് കണ്ട് പ്രാർത്ഥിക്കും. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാം, അള്ളാഹു അദ്ദേഹം രാജാവായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു നിഅമത്തായിരുന്നു, മറ്റു പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്തൊരു മുഅ്ജിസത്ത് അദ്ദേഹത്തിലൂടെ അള്ളാഹു പ്രകടമാക്കിയത് എന്തായിരുന്നു? പക്ഷിലോകത്തിന്റെ സംസാരങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. കുഞ്ഞുറുമ്പുകളുടെ ഉറുമ്പ് ലോകത്തിന്റെ സംസാരം അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു സുലൈമാൻ നബിക്ക്. അങ്ങനെ ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാമും പട്ടാളവും കൂടി ഇങ്ങനെ കവാത്തിനിറങ്ങിയപ്പോൾ, പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉറുമ്പുകളുടെ നേതാവ് മറ്റു ഉറുമ്പുകളെ വിളിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഏയ് വലിയ ഉറുമ്പ് കുഞ്ഞുറുമ്പുകളെ വിളിച്ചു പറയണം, ഉറുമ്പുകളെ മാളങ്ങളിലേക്ക് പ്രവേശിച്ചോളൂ, സുലൈമാനും പട്ടാളവും വരുന്നുണ്ട്, അവരറിയാതെ നിങ്ങളെ ചവിട്ടിത്തേച്ച് കൊന്നുകളയും. അറിഞ്ഞുകൊണ്ട് സുലൈമാൻ നബിയും പട്ടാളൊന്നും ഒന്നും ചെയ്യൂല. അറിയാതെ അവർ നടന്നു പോണ വഴി കൂടി നിങ്ങൾ ഇങ്ങനെ ചാലിട്ട് ഒഴുകിയാൽ അവരുടെ ചവിട്ടേറ്റിട്ട് നിങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് വേഗം മാളത്തിൽ ഒളിച്ചോളൂ, സുലൈമാനും പട്ടാളോ ദേ വരുന്നുണ്ട്. ഉറുമ്പുകളുടെ നേതാവ് മറ്റു ഉറുമ്പുകളെ വിളിച്ചു പറയാണ്. ഇതാര് കേട്ടു? ആർക്ക് മനസ്സിലായി? സുലൈമാൻ നബിക്ക് മനസ്സിലായി. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ആ ഉറുമ്പിന്റെ സംസാരം കേട്ടുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചു. എനിക്ക് ഉറുമ്പിന്റെ സംസാരമൊക്കെ മനസ്സിലാകാൻ മാത്രം ഞാൻ വലിയ ആളായി പോയി എന്നുള്ള കിബറ ഉണ്ടായത് അല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. അതാ ആ അനുഗ്രഹം കണ്ട പാടെ മഹാനവറുകൾ പറയാണ്. വഖാല റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ.
അധികം പഠിക്കാനും വായിക്കാനും ഉദ്ദേശിക്കുന്നവര് സൂറത്തുൻ നംല് 18-19 ആയത്തുകൾ പരിശോധിക്കുക. അള്ളാഹു അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഈ അനുഗ്രഹം കേട്ട് അറിഞ്ഞ മാത്രയിൽ സുലൈമാൻ നബി അള്ളാഹിനോട് പറയണ, റബ്ബേ നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിന് നിന്നോട് നന്ദി കാണിക്കാൻ നീ എനിക്ക് തൗഫീക്ക് തരണേ. എനിക്ക് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ നീ പൊരുത്തപ്പെടുന്ന നല്ല നല്ല അമല് ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം തരണേ. നിന്റെ കാരുണ്യം മുഖേന നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണേ അല്ലാ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ഇരക്കുന്നു. ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ കൂടുതലാണ് വിനയപ്പെടുക. അതിനെന്താ നമ്മൾ പഠിക്കേണ്ടത്? അള്ളാഹ് നമുക്കൊരു നിഅമത്ത് തരുമ്പോൾ നമ്മൾ കൂടുതൽ വിനയമുള്ളവരാകണം. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ വിനയമുള്ളവരായി തീരണം. അതാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശുക്റുള്ളവരായി. എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കണം, അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി ജീവിക്കാൻ എനിക്ക് തൗഫീക്ക് തരണേന്ന് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞു, മുആദേ ഇന്നി ലഉഹിബ്ബുക്, എനിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അള്ളാഹിൻ്റെ റസൂൽ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടിച്ചില്ലേ, കോള് പോയില്ലേ, ഏറ്റവും വലിയ വമ്പിച്ച വലിയ കാര്യമല്ലേ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറയണം, മുആദേ എനിക്ക് നിന്നെ പെരുത്ത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളോട് നല്ലോണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നേരെ മറിച്ചാണ്, ഇഷ്ടമുള്ളവരോടൊന്നും പറയില്ല, ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകുമെന്ന് വിചാരിച്ച്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുആദേ എനിക്ക് നല്ല ഇഷ്ടമാണ്, ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരങ്ങളുടെയും അവസാനം അല്ലെങ്കിൽ നിസ്കാരങ്ങളുടെ പിറകെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ചോദിക്കണം, ഉപേക്ഷ വരുത്തരുതേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക നിന്നെ ഓർക്കേണ്ട പ്രകാരം ഓർക്കാൻ, വശുക്രിക നിന്നോട് ശുക്ർ കാണിക്കേണ്ട വിധം നിന്നോട് ശുക്ർ കാണിക്കാൻ, വഹുസ്നി ഇബാദതിക നിന്നെ ഏറ്റവും നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് നീ എല്ലാ നിസ്കാരത്തിൻ്റെയും പിറകെ പറയാൻ മറന്നു പോകരുതേ, നീ ഉപേക്ഷ വരുത്തരുതേ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്ത് കൊടുക്കുകയാണ്. നമ്മളോടുമുള്ള വസിയ്യത്താണത്. അല്ലാഹുവേ നീ എന്നെ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ. കാരണം ലോകത്ത് ഭൂരിപക്ഷം ആളുകളും നന്ദി കെട്ടവരാണെന്ന് അല്ലാഹ് പറയുന്നത്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നിന്ന് നന്ദി കാണിക്കുന്നവരുടെ എണ്ണം വളരെ വിരളമാകുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷേ ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും നന്ദി കാണിക്കാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ ഏതിൽ പെടണം? ശാക്കിരീങ്ങളിൽ പെടണോ കാഫിരീങ്ങളിൽ പെടണോ? ശാക്കിർ എന്ന് പറഞ്ഞാൽ അല്ലാഹ് തന്ന നിഅമത്തിനെ ഓർത്തുകൊണ്ട് നന്ദി കാണിക്കുന്നവൻ. കാഫിർ എന്ന് പറയുമ്പോൾ അല്ലാഹ് തന്ന നിഅമത്തൊക്കെ ആസ്വദിച്ചിട്ട് അവനെതിരെ തിരിഞ്ഞെടുക്കുന്നവൻ, നിഷേധി, നന്ദി കെട്ടവൻ. അതുകൊണ്ട് ശാക്കിരീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹ് തന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്ന ഏത് സെക്കൻഡിലും അത് തിരിച്ചെടുക്കാൻ അവൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ആ ബോധത്തോടുകൂടി അള്ളാഹ് തന്ന ഒരു നിഅമത്തിനെയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത മാർഗത്തിലേക്ക് ചെലവഴിക്കാതെ എല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ ഈ ബോഡി, നമ്മുടെ ഈ കണ്ണും കാതും ശരീരമൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിലേക്ക് ഉപയോഗിക്കാൻ മണിക്കൂറുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മണിക്കൂറുകൾ. അള്ളാഹ്ക്ക് പൊരുത്തുള്ളൊരു ഖുർആൻ എടുത്ത് ഓതാൻ പറഞ്ഞാൽ നമുക്ക് ടൈമില്ല, താല്പര്യമില്ല. ഏത് വൃത്തികേടിന്റെയും മുമ്പിൽ ഇരുന്നു കൊടുക്കാൻ മണിക്കൂറുകൾ നമുക്ക് താല്പര്യമുണ്ട്. നന്ദി കെട്ടവരല്ലേ നമ്മൾ? അതുകൊണ്ട് നന്ദിയുള്ളവരാവുക, നന്ദി എന്താണെന്ന് തിരിച്ചറിയുക. നന്ദിയുള്ളവർക്ക് അള്ളാഹ് വീണ്ടും വീണ്ടും നിഅമത്ത് കൊടുത്തുകൊണ്ടിരിക്കും. നന്ദി കെട്ടവർക്കോ കടുത്ത ശിക്ഷയായിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സർവ്വലോക പരിപാലകനായ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള അവൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കാനും അറിയാനും അവനിഷ്ടപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രം അവ വിനിയോഗിച്ചുകൊണ്ട് ശുക്റുള്ളവരായി തീരാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നേരമാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശരിമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക അൻ-നശൂർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. തവഫനാ